ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 3 to 4 year old കിഡിൻ്റെ ഈ ഒരു റെഫറൻസ് പിക്കാണ്. ഇതിൽ ഞാൻ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത് റഫിൾ സ്ലീവിങ് ആണ്. സോ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് പിക്ക് എന്ന് പറയുന്നത് ഇതാണ്. 3 to 4 year old കിഡിൻ്റെ സൈസ് ഷാർട്ടിലായിരിക്കും ഞാനിത് ഫോളോ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് 2 ബേസ് ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. ഹോറിസോണ്ടലിയും വെർട്ടിക്കലിയും 2 ബേസ് ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഹോറിസോണ്ടൽ ബേസ് ലൈനിൽ നിന്നായിരിക്കും നമ്മുടെ എല്ലാ മെഷർമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അത് 4.75 ഇഞ്ചാണ്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഞാൻ താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എപ്പോഴും ഷോൾഡർ പൊസിഷൻ ഇച്ചിരി ഒരു ചരിവ് കാണും. ആ ചരിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തു. വീണ്ടും 2.75 ഇഞ്ച് നെക്ക് ഡെപ്ത്ത് എടുത്തു. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു ബോക്സ് ആക്കി ഇതിനുള്ളിലായിരിക്കും നമ്മൾ നെക്ക് ഷേപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് താത്തി എടുത്തില്ലേ, അവിടുന്ന് നമ്മുടെ നെക്ക് വിഡ്ത്തിലോട്ട് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഇതേപോലെ വരയ്ക്കണം. ഇനി ആം ഹോൾ മാർക്കിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. ഇനി ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. അത് ഞാൻ ഇൻക്ലൂഡിങ് ഈസ് 5.75 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി എടുക്കുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്താണ്. അത് ഷോൾഡറിൽ നിന്ന് നീ വരെയുള്ള ലെങ്ത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 23 ഇഞ്ചാണ്. നമ്മൾ ഹോറിസോണ്ടൽ ബേസ് ലൈൻ കൊടുത്തതിൽ നിന്നാണ് നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് എടുക്കുന്നത്. സോ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മളിനി ജോയിൻ ചെയ്യണം. നമ്മുടെ റെഫറൻസ് പിക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ഹെം പോർഷനിൽ അത്യാവശ്യം വിരിവുണ്ട്. ഞാനിവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെസ്റ്റിലോട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഇനിയുള്ളത് നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഇതേപോലെ ടേപ്പ് ഫോൾഡ് ചെയ്ത് ഒരു പോയിൻ്റ് കണ്ടുപിടിച്ചു. വീണ്ടും അതേപോലെ ഒരു ടേപ്പ് ഫോൾഡ് ചെയ്ത് സെക്കൻഡ് പോയിൻറ്റും കണ്ടുപിടിച്ചു. ഇനി ഒരു 0.25 ഇഞ്ച് നമ്മൾ അകത്തോട്ട് എടുക്കുന്നു. കുട്ടികൾക്ക് എപ്പോഴും ഫ്രണ്ടും ബാക്കും ഒരേപോലെ കുഴിച്ചായിരിക്കും കട്ട് ചെയ്യുന്നത്. അതിതേപോലെ ഫ്രഞ്ച് കർവിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ചെയ്യുന്നത് നെക്ക് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീം അലവൻസ് മാർക്കിംഗ് ആണ്. അത് നെക്കിന് 0.25 ഇഞ്ച്, ഷോൾഡർ ആൻഡ് സ്ലീവിന് 0.5 ഇഞ്ച്, സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ചാണ്. അതിനുശേഷം നമ്മുടെ പാറ്റേണിൻ്റെ ഹെം പോർഷൻ ഒരു 1 ഇഞ്ച് മുകളിലോട്ടെടുത്ത് കേർവി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നോച്ചസ് ഇടുക എന്നുള്ളത്. നമുക്കറിയാം സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോച്ചസ് മാർക്കിംഗ് എന്നുള്ളത്. അതായത് നമുക്ക് എവിടെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, എത്ര തയ്യൽ തുമ്പിടണം എന്നെല്ലാം അറിയിക്കുന്ന ഒരു ഫാക്ടറാണ് നോച്ചസ് എന്ന് പറയുന്നത്. അത് ഫാബ്രിക്കിലും പാറ്റേൺസിലും ഇടുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ നോച്ചസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മെയിൻ ഫാബ്രിക്കിലോട്ട് വെച്ച് ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുക. മെയിൻ ഫാബ്രിക്കിൽ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും സെൽവേജിന് പാരലായിട്ട് വേണം പാറ്റേൺസ് വെച്ച് കട്ട് ചെയ്യാൻ. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫാബ്രിക്ക് ഫുള്ളാവില്ല. അതേസമയം സെൽവേജിന് ക്രോസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫാബ്രിക്ക് വലിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കട്ട് ചെയ്തതിന് ശേഷം ഇനി പോകുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് പ്രോസസ്സാണ്. അതിലാദ്യം നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ ജോയിനിങ് ആണ്. നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഷോൾഡേഴ്സ് ഇതേപോലെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് എടുക്കുന്നു. അതും ആ സെയിം പാറ്റേണിൽ തന്നെ ജോയിൻ ചെയ്യുകയാണ്. ഈ ഡ്രസ് ഫോമിൽ ഞാൻ റഫിൾ സ്ലീവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ എടുക്കുന്ന സ്ലീവിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. സോ റഫിൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗ്യാദറിങ്സ് ആണ്. അപ്പോൾ നമ്മൾ എത്രയാണോ ലെങ്ത് എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി ഫാബ്രിക് എടുക്കുക. ഒത്തിരി ഫ്രിൽസ് നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 3 ഇരട്ടി എടുക്കുക. ഞാനിവിടെ 2 ഇരട്ടിയാണ് എടുക്കുന്നത്. അതായത് 8ൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 16 ഇഞ്ചാണ്. 16 ഇഞ്ചും 3.5 ഇഞ്ചും വിഡ്ത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് എടുക്കുന്നത്. അതിതേപോലെ ഞാൻ കേർവി ആയിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ, സ്ലീവ് എൻഡ് ഇതേപോലെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നു. ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഗ്യാദറിങ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ അതിൽ കൂടി ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. സോ ലൂസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു ത്രെഡ് പുള്ളി ചെയ്യുന്നു.
നമ്മുടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്തുള്ള ഫാബ്രിക്കിനെ ഇതേപോലെ പുള്ള് ചെയ്ത് 8 ഇഞ്ച് ലെങ്ത്തിലുള്ള ഫാബ്രിക്കിലോട്ട് എത്തിക്കണം. സോ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഗ്യാദറിങ്സിന് പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാദറിങ്സ് വിട്ടു പോവാണ്ടിരിക്കാനായിട്ട് സഹായിക്കും. ഇനി ചെയ്യേണ്ടത് ഈ സ്ലീവ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലോട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഷോൾഡർ പോയിൻറ്റിലോട്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ജോയിൻ ചെയ്യുക. നല്ല വശവും ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യണം. സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസ് എടുക്കുക. ലൈനിങ് പീസും ഇതേപോലെ തന്നെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ച് രണ്ടിൻ്റെയും ഷോൾഡർ പോയിൻറ്റ് ചേർത്ത് വെച്ച് പിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഷോൾഡറിൻ്റെ സീം അലവൻസ് കാണാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും നല്ല ഫിനിഷിങ്ങിലായിരിക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ അകംഭാഗവും ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ ഇതേപോലെ ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടിട്ട് ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നെക്ക് ഫിനിഷിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ക്രോസ് ബയാ സ്റ്റിപ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1.5 ഇഞ്ചാണ്. നമ്മൾ നെക്കിന് പൈപ്പിംഗ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിവിടെ ബാക്ക് ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. കുറച്ച് ലെങ്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ നെക്ക് പോർഷനിൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസും തമ്മിൽ ചേർത്ത് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫാബ്രിക്സ് തമ്മിൽ തെന്നി പോവാണ്ടിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. നെക്ക് പൈപ്പിംഗ് ഇപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് ഓപ്പണിങ്ങിന് ഒരു സ്റ്റിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ 12 ഇഞ്ച് ലെങ്ത്തിലും 2 ഇഞ്ച് വിഡ്ത്തിലും ഉള്ള ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമ്മുടെ ബാക്ക് ഓപ്പണിങ്ങിലോട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. സോ സ്റ്റിപ്പിൻ്റെ നടുക്കോട്ടാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് ഇരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ വലിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഒരു സൈഡ് മാത്രം അകത്തോട്ട് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് ഓപ്പണിംഗ് ദാ ഇത്രയും നീറ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇനി ചെയ്യാനുള്ളത് ഫ്രോക്കിൻ്റെ ഹെം പോർഷനാണ്. അത് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രിൽ ജോയിനിങ് ആണ്. അതിനായിട്ട് ഞാൻ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ബോട്ടം പോർഷൻ വരെയുള്ള ലെങ്ത് എടുത്തു. അത് 20 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് അത്യാവശ്യം ഫ്രിൽസ് വേണം. ഞാൻ അതുകൊണ്ട് തന്നെ 20 ഇഞ്ചിൻ്റെ 3 ഇരട്ടി ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്, അതായത് 60 ഇഞ്ച് ലെങ്ത്. സോ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിൽ കൂടി ഞാനൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ ത്രെഡ് പുള്ള് ചെയ്തെടുക്കുകയാണ്. സോ 20 ഇഞ്ച് ലെങ്ത്തിലോട്ട് ഞാൻ 60 ഇഞ്ച് ലെങ്ത്തുള്ള ഫാബ്രിക് ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതേപോലെ അറ്റാച്ച് ചെയ്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക.
സോ ഫ്രിൽ ജോയിനിങ്ങിന് ശേഷം ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സീം ജോയിനിങ് ആണ്. അത് ഇതേപോലെ നല്ല വശം എടുക്കുക, അവിടെ 1/2 ഇഞ്ച് മാറ്റി ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഫാബ്രിക് തിരിച്ചിടുക. വീണ്ടും ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോക്കിംഗ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഈ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിക്ക് നമുക്ക് ഫാബ്രിക് കിട്ടും. അങ്ങനെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.